الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരങ്ങളെ, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹിക പശ്ചാത്തലം എന്നുള്ളത് വഞ്ചനയും കാപട്യവുമാണ്. ചില വാർത്തകൾ മാത്രം എടുത്തു നോക്കുമ്പോൾ സ്വത്തിന്റെ പേരിൽ ഉമ്മയെയും സഹോദരനെയും തല്ലിക്കൊല്ലുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ, കാമുകന് വേണ്ടി ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു പോകുന്ന, കാമുകയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്ന, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ കൊലവിളി നടത്തുന്ന, വഞ്ചനയും ചതിയും പറ്റിക്കലും അങ്ങനെ തുടങ്ങി കാപട്യം നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ സ്വന്തം ബെഡിൽ കിടക്കുന്ന, ഒരേ ബെഡിൽ കിടക്കുന്ന രണ്ടുപേർ രണ്ടു മനസ്സിലാണ്. തൻ്റെ കൂടെ കിടക്കുന്നവളെപ്പോലും, കൂടെ കിടക്കുന്ന സമയത്ത് പോലും ഫോണിലൂടെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല, എന്നാൽ ഇന്ന് ഭൂരിപക്ഷവും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാപട്യത്തിൻ്റെ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ സ്വീകരിക്കണം, ആ ഒരു പാതയിൽ നിങ്ങൾ അണിചേരണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പ്രസക്തി നമ്മൾ ബോധ്യപ്പെടുന്നതും മനസ്സിലാക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നിടത്ത് ഹനീഫൻ മുസ്ലിമൻ, അവിടെ മുസ്ലിമാണെന്ന് പറഞ്ഞു, ഹനീഫാണെന്ന് പറഞ്ഞു. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജു മനസ്കനാണ്, കാപട്യമില്ലാത്ത മുസ്ലിമാണ് എന്ന്. നമ്മളൊക്കെ മുസ്ലിമാണ്, പക്ഷെ ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി ജീവിക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ അത്
ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കണം. ഇസ്ലാമിൽ പലിശ പാടില്ല എന്ന് പറഞ്ഞു, ഇസ്ലാമിൽ വ്യഭിചാരം പാടില്ല എന്ന് പറഞ്ഞു, കൊലപാതകം പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നിഖില മേഖലകളെ കുറിച്ച് കൃത്യമായി ബാത്റൂമിൽ ഇരിക്കേണ്ടത് എങ്ങനെ എന്നതുപോലും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദർശനത്തിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടി എത്തി നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ആളുകൾ ചർച്ചയിലാണ്. അവിടെ പോലും കൃത്യമായ മാർഗദർശനം നൽകിയ മതമാണ് ഇസ്ലാം. ഇത്തരം ഉപദ്രവകാരികളായ ജീവികൾ വരുമ്പോൾ എന്ത് ചെയ്യണം, എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത്, കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ടു Z കാര്യങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം കാര്യം ചെയ്യാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്താൽ നമുക്ക് തന്നെ ഉപദ്രവമായി വരുന്നത്, ഇങ്ങനെ തുടങ്ങി കൃത്യമായ ദിശാബോധം നൽകിയ മതമാണ് ഇസ്ലാം. എന്നാൽ നമ്മളോ മുസ്ലിമാണെന്ന് പറയുന്നു. പക്ഷെ ആ നമ്മുടെ ഇസ്ലാമിൽ നമുക്ക് കാപട്യമുണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹനീഫൻ മുസ്ലിമൻ, രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. മുസ്ലിമാൻ, പരിപൂർണമായി കീഴ്വണങ്ങിയ റബ്ബിനെ സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. തീർന്നില്ല, ഹനീഫൻ എന്നാണ് ആദ്യം പറഞ്ഞത്. കാപട്യമില്ലാത്ത ഋജുമനസ്കനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, തൻ്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കാത്ത ഉമ്മമാരുള്ള കാലഘട്ടമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിൽ അണിചേരണം എന്നതിന്റെ പ്രസക്തിയെ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. അല്ലാഹു പറയാണ്, വളരെ വ്യക്തമായി പറയുന്നു, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തെ പിൻപറ്റാതെ സ്വീകരിക്കാതെ ജീവിക്കുന്നവൻ സ്വന്തത്തിനെ വിഡ്ഢിത്തമാക്കിയിരിക്കുകയാണ്, സ്വന്തത്തിനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്, സ്വയം വിഡ്ഢിയായി ജീവിക്കുകയാണ് എന്നാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ താൽക്കാലികമായ സുഖങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അത് പക്ഷെ ചെയ്തെന്ന് വരാം. താൽക്കാലിക സുഖങ്ങൾ മാത്രം പിടിക്കപ്പെടും അല്ലേ? കഴിഞ്ഞ ദിവസത്തിലെ വാർത്ത 2 ദിവസത്തിനുള്ളിൽ പിടിക്കപ്പെട്ടു എന്ന്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള വാർത്തകൾ എല്ലാം പിടിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി ആകെ നാറിപ്പോകുന്ന, വ്യക്തിത്വം പോലും ഹനിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് വരുന്ന ഒരു സാഹചര്യങ്ങളാണ്. കാര്യങ്ങൾ ഇപ്പോൾ ഒളിച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിൽ, അത് ചില ആളുകൾ മാത്രം അറിയേണ്ടിടത്ത് നിന്ന് ലോകം മുഴുവൻ അറിയുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ലോകം മൊത്തം ആ വ്യക്തി നാറപ്പെടുകയാണ്. ആ വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ നമ്മൾ നെഞ്ചോട് ചേർക്കണം എന്നാണ്. അവിടെ നമുക്ക് സമാധാനമുണ്ട്, അവിടെ നമുക്ക് സന്തോഷമുണ്ട്, അവിടെ നമുക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. നല്ല റാഹത്തായി ജീവിക്കാൻ, ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള മാർഗദർശനങ്ങളുണ്ട്. തീർന്നില്ല, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. മാ കാന ഇബ്രാഹിമ യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. സൂറത്ത് ആലി ഇമ്രാനിന്റെ 67-ാമത്തെ വചനമാണ്. അള്ളാഹു അവിടെയും പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുസ്ലിമായിരുന്നു. എങ്ങനെയുള്ള മുസ്ലിം? ഋജുമനസ്കനായ, കാപട്യമില്ലാത്ത മുസ്ലിമായിരുന്നു എന്നാണ്. കാപട്യമില്ലാത്ത മുസ്ലിം, ഇഖ്ലാസുള്ള മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നാണ്. തീർന്നില്ല, വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, കബറാളികളോട് തേടുന്ന, തന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നൂലിലേക്കും ചരടിലേക്കും തവക്കുലേൽപ്പിക്കുന്ന ഒരു ഉമ്മത്തായിക്കൊണ്ട് ചില ആളുകളെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരു നിലക്കും ഷിർക്കിനോട് യാതൊരു നിലക്കുമുള്ള സന്ധിയില്ലാത്ത സമരം ചെയ്ത മഹാവ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, ഖുൽ സദഖല്ലാഹ്, അള്ളാഹ് പറഞ്ഞത് സത്യമായിരിക്കുന്നു.
അള്ളാഹ് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. കണ്ടോ, അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വമാ കാന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അവിടെ അള്ളാഹു ഒരു കൽപ്പന കൂടി പറയുന്നുണ്ട്, ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഋജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഒന്നൊരാവർത്തി മറിച്ചു നോക്കുമ്പോൾ 10 തവണയാണ് ഹനീഫ എന്ന് പറഞ്ഞ വാചകം വന്നിട്ടുള്ളത്. ആ ഒരു വാക്ക് ഹനീഫ് എന്ന വാചകം വന്നത് 10 തവണയാണ്. അതിൽ 9 തവണയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് വന്നത് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഏത് വിഷയത്തിലും അദ്ദേഹം ഹനീഫനായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജുമനസ്കൻ, കാപട്യമില്ല, കുടുംബ ജീവിതത്തിൽ കാപട്യമില്ല, വിശ്വാസ രംഗത്ത് കാപട്യമില്ല, ബിസിനസിന്റെ രംഗത്ത് കാപട്യമില്ല, ഏത് നിലയിലും കാപട്യമില്ലാത്ത സത്യസന്ധമായ ജീവിതം നയിച്ച ഒരു മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലേക്ക്, ആ ഒരു മാതൃകയിലേക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം നയിക്കണം, നമ്മൾ ആ നിലപാടുകാരായി മാറണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അനുസരണയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഏത് വിഷയമാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ എടുത്തു പറഞ്ഞത് ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, എല്ലാ വിഷയത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലും അവിടുന്ന് കൂടെയുണ്ടായിരുന്നവർ ആരൊക്കെയാണ്? ഭാര്യയും മക്കളുമാണ്. കൂടെയുണ്ടായിരുന്നവർ ഭാര്യയും മക്കളുമാണ്. അല്ലാഹ് പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉത്തമമായ മാതൃകയുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഉപ്പ എന്ന നിലക്ക് നല്ല മാതൃകയാണ്. ഒരു പ്രബോധകൻ എന്ന നിലക്ക്, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് കൃത്യമായ മാതൃകയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഉമ്മ എന്ന നിലക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക് ഹാജറ നമുക്ക് മാതൃകയാണ്. ഒരു മകൻ എന്ന നിലയ്ക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാം നമുക്ക് മാതൃകയാണ്. എല്ലാ രംഗത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അവിടുത്തെ കുടുംബവും നമുക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തീർന്നില്ല, അവിടുന്ന് അനുസരണയുടെ വിഷയത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മോട് അള്ളാഹു പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ചോയ്സിൽ നിൽക്കുന്ന ആളുകളാണ്. നമുക്കിഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അനുസരിച്ചു എന്നാണ്. പിന്നെ നോക്കി നിന്നിട്ടില്ല. പിന്നെ ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ സമയമായിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് മാറി നിന്നിട്ടില്ല. പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ അനുസരിച്ച അനുസരണയുടെ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചില വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സത്യസന്ധതയുള്ളവനായിരുന്നു എന്ന സംസാരത്തിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിൽ എല്ലാ നിലക്കും എത്രത്തോളം വിശ്വാസ രംഗത്തു പോലും സത്യസന്ധത പുലർത്തിയ മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. പ്രവാചകനായി, നബിയായി അള്ളാഹു നിയോഗിച്ചിട്ട് ആ നബിത്വത്തിൽ, ആ പ്രവാചകത്വത്തിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഇബ്രാഹിം അലൈഹി സലാം നമുക്ക് കൃത്യമായ മാതൃക കാണിച്ചു തന്നു. സിദ്ദീഖായിരുന്നു എന്നാണ്, സത്യസന്ധനായിരുന്നു എന്നാണ്. നമ്മുടെ സംസാരത്തിൽ സത്യസന്ധതയുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയുണ്ടാകണം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ സത്യസന്ധതയുണ്ടാകണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് പറയുന്നിടത്ത് പോലും അസ്സിദ്ഖ് എന്ന ഷർത്തിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു ഖുത്ബയിൽ അത് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ വിശ്വാസത്തിൽ സത്യസന്ധതയുണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസവും നമ്മൾ പുറമെ വിശ്വാസികളായിക്കൊണ്ട് നടക്കുകയും ചെയ്താൽ അവൻ കാപട്യമുള്ളവനാണ്. അതുകൊണ്ട് വിശ്വാസരംഗത്ത് എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ സകല മേഖലകളിലും സത്യസന്ധതയുള്ളവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃക എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറയുന്നുണ്ട്. തീർന്നില്ല, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒരു വ്യക്തിയായല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഒരു ഉമ്മത്തായിക്കൊണ്ടാണ് പഠിപ്പിച്ചത്. ഒരു ഉമ്മത്തായിക്കൊണ്ട് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ.
തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മത്തായിരുന്നു എന്നാണ്. ഒരു വ്യക്തി എന്ന രൂപത്തിലല്ല അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. എന്ന് വച്ചാൽ ഈ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മാതൃകയായിക്കൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നിശ്ചയിച്ചു എന്നാണ്. തീർന്നില്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന് പൂർണ്ണമായി വഴിപ്പെട്ട ഒരു അടിമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖാനിതൻ ലില്ലാഹ്, അതേ ആയത്തിൽ എടുത്തു പറഞ്ഞതാണ്. ഉമ്മത്തൻ എന്ന് പറഞ്ഞ അതിനോട് ചേർത്ത് പറയുന്ന ഖാനിതൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച, ഒരു നിലയ്ക്കും ചോയ്സ് എടുക്കാൻ നിന്നിട്ടില്ല. തൽക്കാലം ഇത് വേണ്ട, അല്ലെങ്കിൽ ഇതിപ്പോ കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് എന്നൊന്നും പറഞ്ഞു മാറി നിന്നിട്ടില്ല. ഇപ്പൊ ചെറുപ്പക്കാരല്ലേ, നമ്മളൊക്കെ ഒന്ന് വളർന്ന് പ്രായാധിക്യം എത്തുന്ന സമയത്ത് ദീനൊക്കെ അനുസരിച്ച് നിസ്കാരവും പള്ളിയുമായി പോകാം എന്ന് തീരുമാനിച്ചിട്ടില്ല. ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് തന്നെ ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ പിന്നെ ഒരു ചോയ്സ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇല്ലായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പന എന്തായിരുന്നോ അത് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ച മഹാപ്രവാചകൻ. സഹോദരങ്ങളെ, ഇതൊക്കെ എടുത്തു പറയുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില എഡിറ്റിങ്ങുകൾ വേണം. ആ പ്രവാചകന്റെ മാതൃകയിൽ നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തെ എഡിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് യുവാക്കൾ. ഇന്ന് യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള പ്രത്യേകമായ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ ശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് കുട്ടികളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. മയക്കുമരുന്നിനും MDMA-ക്കുമൊക്കെ അടിമപ്പെടുത്താൻ വേണ്ടി പല ആളുകളും ചങ്ങലകളായി കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ദീനിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു, വിവേകമുള്ളവൻ, അതോടൊപ്പം പശ്ചാത്തപിക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സർട്ടിഫിക്കറ്റ് നൽകാൻ. ഹലീം എന്ന് പറഞ്ഞത് വിവേകമുള്ളത്. എടുത്തുചാടി താൽക്കാലികമായി വിവേകത്തിന്റെ മുമ്പിൽ എല്ലാം മറന്ന് പ്രതികരിക്കുന്ന ഒരാളല്ല. വിവേകത്തോടു കൂടിയായിരിക്കും പ്രതികരിക്കുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എതിർത്ത അവിശ്വാസികളായ ആളുകൾക്ക് മുമ്പിൽ വിവേകത്തോടു കൂടി റബ്ബിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചപ്പോൾ സൂര്യനാണ് റബ്ബ് എന്ന് പറഞ്ഞ് അവരെ മുമ്പിൽ കാര്യങ്ങൾ പഠിപ്പിച്ച് പിന്നീട് സൂര്യൻ അസ്തമിച്ചപ്പോഴേക്ക് ആ സൂര്യന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ, വിവേകത്തോടു കൂടി റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ബാപ്പയോട് ഉപദേശിക്കുന്ന മകനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തുടങ്ങി ഏറ്റവും നല്ല വിവേകിയും അതോടൊപ്പം പശ്ചാത്താപം സ്വീകരിക്കുന്ന പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നു. ഒരു പ്രവാചകൻ പശ്ചാത്തപിക്കുന്നവനാണ് എന്ന് അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വന്നുപോയിട്ടും എത്ര പ്രാവശ്യമാണ് റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ തൗബ ചെയ്തിട്ടുള്ളത്? ഇസ്തിഗ്ഫാർ എത്ര കണ്ട് അധികരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു ദിവസം 70 or 100 പ്രാവശ്യം അവിടുന്ന് ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു എന്നാണ്. നമുക്കൊരു 10 തവണ ദിവസവും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. രാവിലെ സുബഹിക്ക് ശേഷമുള്ള സമയം അത്തരം ദിക്റുകൾക്ക് വേണ്ടി ഒരല്പസമയം, ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ടു മുമ്പോ ഒരു 10 മിനിറ്റ് നേരത്തെ പള്ളിയിൽ വന്നിരുന്നാൽ അവിടെ നമ്മുടെ ദിക്റുകൾ, പ്രാർത്ഥനകൾ ഉരുവിടാനുള്ള സമയമായിക്കൊണ്ട് അതിനെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടായി മാറും അത്. ജീവിതത്തിലെ വലിയ ഐശ്വര്യമായി ആ ദിക്റുകൾ, പ്രാർത്ഥനകൾ നമുക്ക് വന്നു ഭവിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രവാചകന്മാരുടെ മാതൃകയിലേക്ക് തിരിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കണം. ഈ പ്രവാചകനോടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ സ്വീകരിക്കാനാണ് പറഞ്ഞത്. നമ്മളെടുത്ത് മാത്രമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ മഹോന്നതനായ പ്രവാചകൻ, ആ പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഹി നൽകപ്പെട്ടത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ സ്വീകരിക്കാനായിരുന്നു.
ഒരു മഹാപ്രവാചകനോട് മറ്റൊരു പ്രവാചകന്റെ മില്ലത്തിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ എത്രത്തോളം മഹത്വമേറിയതാണ് മില്ലത്ത് ഇബ്രാഹിം എന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മോടും പറഞ്ഞു, വത്തബി മില്ലത്ത ഇബ്രാഹിം ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറ്റമിത്രമായി സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയെ നിങ്ങൾ പിൻപറ്റൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ വിശ്വാസ രംഗത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താം എന്ന തീരുമാനത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ദഅവത്ത് നടത്തിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ദീനനുസരിച്ച് ജീവിച്ചാൽ ഈ തീവ്രവാദ ചാപ്പ കുത്തൂലേ, അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ഭയന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഈ ദീനി രംഗത്ത് തന്നെ വിട്ടുനിന്ന് ഒരു ഫ്ലെക്സിബിൾ ദീനായിക്കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ദീന്. അവരെ കാണുമ്പോൾ അവരുടെ കൂടെ, ഇവരെ കാണുമ്പോൾ ഇവരെ കൂടെ തോന്നിയ പോലെയാണ് ദീനിനെ ആചരിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, സത്യസന്ധനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഋജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദഅവത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ, വിശ്വാസ കാര്യങ്ങളുടെ വിഷയത്തിൽ നോ കോംപ്രമൈസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആയത്തിൽ 5 പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത 5 പ്രാവശ്യമാണ് വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നെടുത്തു പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂടെ ആയിരുന്നിട്ടില്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്തസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. അവരുടെ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായിരുന്നു എന്ന്. ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല, ചാഞ്ചല്യവും ചാഞ്ചാട്ടവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ദൃഢമായ വിശ്വാസമുള്ള മഹാനായ പ്രവാചകൻ വിശ്വാസ രംഗത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാതെ മുന്നോട്ട് പോയി എന്നാണ്. എന്നാൽ ദുന്യവിയായ വിഷയങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം, താൽക്കാലികമായ ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹകരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസ രംഗത്ത് നോ കോംപ്രമൈസ്, ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് മില്ലത്ത് ഇബ്രാഹിം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സമൂഹം മൊത്തം എതിരായപ്പോൾ പോലും, സമൂഹം മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെതിരായപ്പോൾ പോലും അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. സമുദായമേ, എൻ്റെ സമൂഹമേ, നിങ്ങൾ മുഴുവൻ ശിർക്ക് ചെയ്താലും ഞാൻ നിങ്ങളുടെ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ഒരു മഹാപ്രവാചകനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസ രംഗത്ത് യാതൊരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും നമുക്ക് തയ്യാറാകാൻ പാടില്ല. നമ്മൾ അങ്ങനെ വിട്ടുവീഴ്ച, വിശ്വാസ രംഗത്ത് പ്രത്യേകിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന അധ്യാപനം. ഇനി സമൂഹത്തിൽ കാണുന്ന മറ്റൊരു പ്രശ്നം എന്താണ്? ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന വ്യാപകമായി നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ നമ്മുടെ വീടകങ്ങളിലുള്ളിൽ ഉള്ള വലിയ പ്രശ്നമാണ് നമുക്ക് ഉപദേശിക്കാൻ കഴിയുന്നില്ല, അല്ലേ? നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ ഭാര്യയോടൊന്നും പറയാൻ കഴിയുന്നില്ല, നമ്മുടെ മക്കളോട് ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. വാപ്പ വിചാരിക്കും ഉമ്മ പറയുമെന്ന്, ഉമ്മ വിചാരിക്കും വാപ്പ പറയുമെന്ന്, അങ്ങനെ പരസ്പരം വിചാരിക്കും വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൗൺസിലിനൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഉപദേശിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ അവിടെയും നമുക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നല്ല ഉപദേഷ്ടാവായിരുന്നു. കുടുംബത്തിൽ, മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ. ഹാജറയെ, മകനെയും മക്കയിലെ മരുഭൂമിയിൽ ആരുമില്ലാത്തടത്ത്, വെള്ളമില്ലാത്തടത്ത്, ഭക്ഷണമില്ലാത്തടത്ത് കൊണ്ടേൽപ്പിച്ച് തിരിച്ചു മടങ്ങുന്ന സമയം ഭാര്യ ചോദിക്കുന്നുണ്ട്, ഹാജറ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് അള്ളാഹു കൽപ്പിച്ചതാണോ? എങ്കിൽ ഞങ്ങൾ തൃപ്തിയടയാൻ തയ്യാറാണ്, അവനെ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തർബിയത്തായിരുന്നു. മകനോട്, തന്നോളം വളർന്നെത്തിയ, കൂടെ കളിക്കാൻ പ്രായമെത്തിയ തൻ്റെ മകനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്, നിന്നെ അറുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ വഹി, സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്തു ചെയ്യണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വാപ്പ ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ താങ്കൾ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തു കൊള്ളണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, തീർച്ചയായും താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും, ക്ഷമാലുക്കളുടെ കൂടെ കാണാൻ കഴിയും. തീർന്നില്ല, ആ മകൻ പറഞ്ഞെന്നറിയോ, അറുക്കുന്ന സമയത്ത് ഒന്ന് എന്നെ കമത്തിക്കിടത്തണം, നേരെ കിടത്തിക്കഴിഞ്ഞാൽ, മലർത്തി കിടത്തിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ട് വാപ്പ നിങ്ങളൊന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ
അത് സഹിക്കൂല. എന്നെ മലർത്തി കിടത്തണം, കമഴ്ത്തി കിടത്തിയതിന് ശേഷം, എന്നെ മലർത്തി കിടത്തിയതിന് ശേഷം നിങ്ങൾ അറുക്കണമെന്നാണ് മകൻ തിരിച്ചുപദേശം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു മകനെ സൃഷ്ടിച്ചെടുക്കാൻ, അങ്ങനെ രൂപവൽക്കരിച്ചെടുക്കാൻ ആ പിതാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ മാതൃക നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പയെ ഉപദേശിക്കുന്നുണ്ട്. നമ്മളൊക്കെ വാപ്പയോട് സംസാരിക്കാൻ പേടിയാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ വാപ്പയെ ഉപദേശിക്കുന്നു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പൊന്നു പിതാവേ, എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ ഒരു വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞ് ആ ഉപദേശത്തിൻ്റെ 4ഓളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ എടുത്തു കാണാൻ കഴിയും. ഞാൻ താങ്കൾക്ക് ലഭിക്കാത്ത ഇൽമും കൊണ്ടാണ് വന്നത്, താങ്കൾ ഇത് സ്വീകരിച്ചാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയെ ഉപദേശിക്കുന്ന മകനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ, നമ്മുടെ വീടകങ്ങളിലുള്ളിൽ പരസ്പരം ഉപദേശിക്കുന്നവരായിക്കൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഉപദേശിക്കണം. അതുപോലെ വാപ്പ മക്കളെ ഉപദേശിക്കണം, ഉമ്മ മക്കളെ ഉപദേശിക്കണം. പരസ്പരം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ചകളെ കണ്ടെത്തി അത് സൂക്ഷ്മ കണ്ണുകൾ കൊണ്ട് കണ്ടെത്തണം എന്നല്ല പറഞ്ഞത്. സ്വാഭാവികമായും വരുന്ന തെറ്റുകളെ അതിനെ തിരുത്തി കൊടുക്കാൻ കഴിയണം. ചില ആളുകൾ നേരെ തിരിച്ചാണ്, തെറ്റുകൾ കാണും, അതിങ്ങനെ മനസ്സിലിങ്ങനെ അട്ടിയിട്ട് വെക്കും, എന്നിട്ട് ഒരു പൊട്ടിത്തെറിക്കലാണ്, ഒരു അവസരം കിട്ടുമ്പോൾ കുറേ നാളായി ഞാൻ സഹിക്കുന്നു, ഇതെന്താണ് എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെയും പ്രശ്നമാണ് വീട്ടിൽ. ഈ മാതൃക സ്വീകരിച്ചു കഴിഞ്ഞാൽ, മില്ലത്തെ ഇബ്രാഹിമിന്റെ മാതൃകയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. അവിടെ മക്കൾ നന്നാകും, ഭാര്യ നന്നാകും, ഭാര്യ റബ്ബിനെ അനുസരിക്കുന്ന ഭാര്യയായി മാറും, ഭർത്താവ് നല്ല ഭർത്താവായി മാറും. ഇങ്ങനെ കുടുംബങ്ങളിലുള്ളിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു മാർഗമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ പിതാവും മകനും ആ ഉമ്മയും എല്ലാം കാണിച്ചു തന്ന മാതൃക നമുക്ക് മാതൃകയാണ്. അവിടെ ആ ഒരു മകൻ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ തയ്യാറായി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ. ആ ഉപ്പ തൻ്റെ മകനെ ബലിയെറുക്കാൻ തയ്യാറായി റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നമ്മുടെ പുരുഷന്മാരുടെ പാൻറ് ഒരൽപ്പം നിര്യാണിക്ക് മുകളിൽ ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാതൃകയായ താടി നീട്ടി വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന പ്രത്യേകമായ കാര്യങ്ങളിൽ കണിശത പുലർത്താൻ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, സ്വതക്കയുടെ വിഷയത്തിൽ, സക്കാത്തിന്റെ വിഷയത്തിൽ, അങ്ങനെ തുടങ്ങി നന്മയുടെ വിഷയത്തിൽ കണിശത പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ ജീവിതം പോലും കൊടുക്കാൻ തയ്യാറായപ്പോൾ നമുക്ക് പാൻറിൻ്റെ ഒരു അല്പഭാഗം വെട്ടാൻ പോലും തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്ത് മില്ലത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരല്പം താടി നീട്ടി വളർത്താൻ നമുക്ക് പ്രയാസമാണെങ്കിൽ നമ്മൾ ഏതു മില്ലത്തിലാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. സ്ത്രീകൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരു വസ്ത്രം, പള്ളിയിലേക്ക് വരുമ്പോൾ വേറൊരു വസ്ത്രം, ഇത് ഏത് മില്ലത്താണ്? ഏത് സമയത്തും ഒരു വസ്ത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ മാന്യമായ വസ്ത്രം ധരിച്ച്, ഹിജാബ് ധരിച്ച് പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ 2 നിലപാടുകൾ ഇസ്ലാമിനില്ല. അവിടെ കാപട്യമില്ല. വസ്ത്രം ധരിക്കുന്നിടത്ത് പോലും കാപട്യം ഒഴിവാക്കണേ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെങ്കിലും സിനിമാ സ്റ്റൈലുകൾ പിൻപറ്റിക്കൊണ്ടോ ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരത്തിന്റെ മോഡലുകൾ സ്വീകരിച്ചുകൊണ്ടോ അല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മറിച്ച് ഏറ്റവും നല്ല മാതൃകയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ഇഹപര വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഠിനമായ
ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും പിന്നിടുമ്പോൾ ചൂട് അധികരിച്ചു വരികയും വീടുകൾ AC വൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. മുമ്പൊക്കെ വീട്ടിൽ ഒരു AC ആയിരുന്നുവെങ്കിൽ ഇന്ന് 2ഉം 3ഉം ഓരോ റൂമിലും ഓരോ AC ഘടിപ്പിക്കുന്ന പള്ളികളെല്ലാം AC ആയി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ വിശ്വാസികൾക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പൊള്ളുന്ന ചൂടിൽ 11 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്ത, 9 മണിയാകുമ്പോൾ തന്നെ വെറുതെ നിന്നാൽ വിയർത്തൊലിക്കുന്ന അത്രയും കഠിനമായ ചൂട്, രാത്രിയായാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴേക്ക് പവർപ്പ് കട്ട് കാരണം ആകെ വിയർത്തൊലിച്ച് കിടന്നുറങ്ങാൻ കഴിയാതെ എണീറ്റ് പലതും വെപ്രാളങ്ങൾ കാണിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ ഇവിടെ വിശ്വാസികൾക്ക് ചില പാഠങ്ങളുണ്ട്, ചില ചിന്തനീയമായ പാഠങ്ങളുണ്ട്. 13 ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന ഈ സൂര്യന്റെ ചൂട് അത് നമുക്കിന്ന് അനുഭവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, നമ്മൾ മരിച്ച് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഒരു ചാൻ മുകളിലായിരിക്കും ആ സൂര്യൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവിടെ രക്ഷപ്പെടണമെങ്കിൽ, അവിടെ നമുക്ക് വിയർപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അധികരിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അന്നത്തെ ദിവസം ചില ആളുകൾ വിയർപ്പിൽ മുങ്ങി നിൽക്കും. അതിന്റെ കതറുകൾ, അതിന്റെ തോതുകൾ വ്യത്യസ്തമാണ്. ചില ആളുകൾ കണങ്കാല് വരെയായിരിക്കും വിയർപ്പ്, ചില ആളുകൾക്ക് അര വരെയായിരിക്കും, ചില ആളുകൾക്ക് തോള് വരെയായിരിക്കും, ചില ആളുകൾ ആ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് എന്നാണ്. കർമ്മങ്ങൾ കൂടുന്നതിനനുസരിച്ച് വിയർപ്പിന്റെ തോത് കുറയുമെന്നാണ്. എന്ന് വെച്ചാൽ നല്ല കർമ്മങ്ങളുമായി ജീവിച്ച, അങ്ങനെ മരണം വരിച്ച വ്യക്തി അവിടെ പ്രയാസങ്ങളിൽ നിന്നും അല്പം ഇളവുകൾ നൽകപ്പെടും. ആ മഹ്ശറയിൽ അവിടെ എളുപ്പമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചൂട് എന്നത്, ഇന്ന് കഠിനമായി വന്നുകൊണ്ടിരിക്കുന്ന ചൂട് എന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ കൈഹിൽ ജഹന്നം, ജഹന്നമിലെ, നരകത്തിലെ അതിതീക്ഷ്ണമായ ചൂടിൽ നിന്ന് വരുന്ന നീരാവിയാണ് ഇന്ന് ഭൂമിയിൽ അനുഭവിക്കപ്പെടുന്ന ചൂട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ചൂട് കഠിനമായി കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തെ ഓർക്കണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കത്തിജ്വലിക്കുന്ന നരകം, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന്, കല്ലിനെയും മനുഷ്യരെയും ഇന്ധനമാക്കുന്ന ആ നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളാണ്, കർമ്മങ്ങളിൽ കൂടുതൽ മുന്നേറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതോടൊപ്പം ആ നരകത്തിൽ നിന്നുള്ള കാവൽ തേടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പ്രവാചകൻ പറയാണ്, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മർറാത്ത് ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ഒരു മനുഷ്യൻ സ്വർഗത്തിനെ 3 പ്രാവശ്യം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് സ്വർഗം ശുപാർശ ചെയ്യുമെന്നാണ്. അള്ളാഹുവെ, ആ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഇസ്തജാറ മിനൻ നാർ സലാസ മർറ ഖാലത്തിൻ നാർ അല്ലാഹുമ്മ അജ്ർഹു മിനൻ നാർ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 3 പ്രാവശ്യം കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാവൽ തേടിക്കഴിഞ്ഞാൽ ആ നരകം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അല്ലാഹുവേ, ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണമേ എന്ന് നരകം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നുണ്ട്. വ അഊദു ബിക മിനൻ നാർ, റബ്ബേ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞാനിതാ കാവൽ നിന്നോട് തേടുകയാണ് എന്ന പ്രാർത്ഥന 3 പ്രാവശ്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന, എന്നാൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ഈ പ്രാർത്ഥന നമ്മൾ കൈവിടരുത്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അറിയാത്തവരാരെങ്കിലും ഈ ഒരു സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എഴുതി വെച്ചെങ്കിലും പഠിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് പഠിച്ച് പ്രാവർത്തികമാക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും
3 പ്രാവശ്യം വീതം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരിക്കൽ കൂടി പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്, പക്ഷേ അതിന്റെ പ്രതിഫലം വമ്പിച്ചതാണ്. സ്വർഗം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നരകം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. സഹോദരങ്ങളെ, ഇത് ചില്ലറ കാര്യമല്ല. അതോടൊപ്പം ഈ ദുനിയാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു വേനൽക്കാലത്ത് അതിതീക്ഷ്ണമായ ചൂടനുഭവിക്കുന്ന സമയം നമുക്ക് എപ്രകാരമാണോ വെള്ളം ദാഹിക്കുന്നത് എന്നതുപോലെ മറ്റു ഇതര ജീവജാലങ്ങളും വെള്ളം ദാഹിക്കുന്നുണ്ട്. ഇപ്പൊ പാമ്പുകൾ പോലും പുറത്തു വരാനുള്ള കാരണം പറയുന്നത് എന്താ? അത് വെള്ളം തേടി വരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു പാത്രം വെള്ളം വെച്ചാൽ പക്ഷികൾക്കത് കുടിവെള്ളമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അയ്യു സ്വദഖത്തി അഫ്ളൽ, ഏറ്റവും നല്ല സ്വതക്ക എന്താണ്? സ്വതക്ക, ദാനധർമ്മം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ സഖീൽ മാ, വെള്ളം കുടിപ്പിക്കലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദാഹിച്ച് വലഞ്ഞു വരുന്നവർ അല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്നവർ അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല സ്വതക്കയാണെന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ, ഹദീസുകളിൽ വായിക്കാൻ കഴിയുന്ന മറ്റൊരു സംഭവം. നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു സംഭവം. ഒരു ഫാജിറായ, ഒരു തെമ്മാടിയായ, ഒരു മോശപ്പെട്ട വ്യക്തി നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ പോയ സംഭവം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ് താൻ വെള്ളം കുടിക്കാൻ വേണ്ടി പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് തിരിച്ചു കയറുമ്പോഴാണ് നാവ് മണ്ണിൽ കപ്പുന്ന രൂപത്തിൽ ദാഹിച്ചു വലഞ്ഞ ഒരു നായയെ കാണുന്നത്. താൻ അനുഭവിച്ച ദാഹത്തിന്റെ വില എത്രയാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ച് ആ കിണറിലേക്ക് തന്നെ ഇറങ്ങി കാലിൽ കിടന്ന സോക്സൂരി, കാലിൽ കിടന്ന ഷൂ ഊരിയിട്ട് അതിൽ വെള്ളം നിറച്ച് വായിൽ കടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറി ആ നായക്ക് വെള്ളം കൊടുത്തപ്പോൾ അള്ളാഹു സന്തോഷിച്ചു എന്നാണ്. അപ്പോൾ ഇതര ജീവികളോട് കാണിക്കുന്ന കാരുണ്യം, ഇത്തരം സേവനങ്ങൾ, അത് റത്തുബത്ത് അജ്ർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ഈ ഒരു സാഹചര്യങ്ങളിൽ ദാഹിച്ചു വലഞ്ഞു വരുന്നവർക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്വതക്കയുടെ കൂലി നമുക്ക് നേടാൻ കഴിയും. അത് ഇതര ജീവികൾക്കാകട്ടെ ജീവജാലങ്ങൾക്കാകട്ടെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരല്പം വെള്ളം വയ്ക്കാൻ ഇനി കഴിയുമെങ്കിൽ ഇവിടെയുള്ള പള്ളി കമ്മിറ്റി അൽഹംദുലില്ലാ അതിൽ ഏറ്റവും നല്ല സന്തോഷമുണ്ട്. ഈ മതിലിന്റെ മുമ്പിൽ ഒരു വെള്ളം, അതിന് സംവിധാനമുണ്ട്. പല ആളുകളും യാത്രക്കിടയിൽ അതെടുത്ത് കുടിക്കുന്നത് കാണാറുണ്ട്. നല്ലൊരു സംവിധാനമാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതിന്റെ പരിസരങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ഏതെങ്കിലും സാമൂഹിക രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചോ അത്തരം പ്രൊജക്ടുകൾ ചെയ്യാൻ നിന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്വതക്കയുടെ കൂലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.